പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായമായ ടാൻജൻസ് അഥവാ തൊടുവരകളെ കുറിച്ചാണ്. ഇത് 3ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു പുതിയ സെക്ഷനാണ്, തൊടുവരകളും കോണുകളും അഥവാ ടാൻജൻസ് ആൻഡ് ആംഗിൾസ്. ഇവിടെ O കേന്ദ്രമായ ഒരു വൃത്തത്തിലെ A, B എന്നീ ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ C എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ OACB എന്ന ചതുർഭുജത്തിൽ എയും ബിയും എന്നീ മൂലകളിലെ കോണുകൾ എന്തായിരിക്കും? എയിലെയും ബിയിലെയും കോണുകൾ 90 ഡിഗ്രി വീതം ആയിരിക്കും. അതിനാൽ അവയുടെ തുക കോൺ എയും കോൺ ബിയും തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? കോൺ എ പ്ലസ് കോൺ ബി ഈക്വൽ ടു 180 എന്ന് കിട്ടും. ചതുർഭുജം OACB ഒരു ചക്രീയ ചതുർഭുജമാകാൻ സാധ്യതയില്ലേ? അതായത് ഇതൊരു ചതുർഭുജമാണ്, OACB ഒരു ചതുർഭുജമാണ്. ഈ ചതുർഭുജത്തിലെ എതിർകോണുകളുടെ തുക 180 ആണെങ്കിൽ മറ്റ് രണ്ട് എതിർകോണുകളുടെ തുകയും എന്തായിരിക്കും? 180 ആയിരിക്കും. ചക്രീയ ചതുർഭുജമായിരിക്കും. എന്താണ് ചക്രീയ ചതുർഭുജം? ഒരു ചതുർഭുജത്തിലെ 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ കഴിയുമെങ്കിൽ അത്തരം ചതുർഭുജങ്ങളെ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നു. ഇതുപോലെ 4 മൂലകളിൽ കൂടിയും ഒരു വൃത്തം വരയ്ക്കാൻ കഴിയുന്നു. ഒരു വൃത്തത്തിലെ 2 ബിന്ദുക്കളിലൂടെയുള്ള ആരങ്ങൾ ചേരുന്ന കോണിൻ്റെയും ഈ ബിന്ദുക്കളിലെ തൊടുവരകൾ ചേരുന്ന കോണിൻ്റെയും തുക 180 ഡിഗ്രിയാണ്. ആംഗിൾ അറ്റ് ദി സെൻറ്റർ ഓഫ് എ സർക്കിൾ ബിറ്റ്വീൻ 2 radii and the angle between the tangents at the ends of radii add up to 180. അതായത് തൊടുവരകൾ ചേരുന്ന കോണും ആരങ്ങൾ ചേരുന്ന കോണും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ആരങ്ങൾ ചേരുന്ന കോൺ C ഡിഗ്രി ആണെങ്കിൽ തൊടുവരകൾ ചേരുന്ന കോൺ എത്രയായിരിക്കും? 180 മൈനസ് C ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ പഠിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വൃത്തത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. അതായത് ഒരു സർക്കിളുണ്ട്, ഇതിനെ പൊതിഞ്ഞു നിൽക്കുന്ന, ഇതിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കണം? ഇതൊരു സമഭുജ ത്രികോണമാണല്ലോ. ഇതൊരു സമഭുജ ത്രികോണമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ 3 കോണുകൾ എത്ര ഡിഗ്രി വീതമായിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും. 60 ഡിഗ്രി, ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. 3 കോണുകളും 60 ഡിഗ്രി വീതമായിരിക്കും. കൂടാതെ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ 3 സൈഡുകളും വൃത്തത്തെ അടിസ്ഥാനമാക്കി എന്താണ്? ഓരോ തൊടുവരകളല്ലേ, ഓരോ ടാൻജൻ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ തൊടുവരകൾ കടന്നു പോകുന്ന പോയിന്റ് സർക്കിളിൻ്റെ സെൻറ്ററുമായി യോജിപ്പിച്ചാലോ നമുക്ക് ഓരോ കേന്ദ്ര കോൺ കിട്ടും. കോണും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ. എന്താണ്? അവ തമ്മിൽ കൂട്ടപ്പെടും 180 ഡിഗ്രി കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആരങ്ങൾ ചേരുന്ന കോൺ എത്രയായിരിക്കും? 180 മൈനസ് 60, അതായത് 120 ഡിഗ്രി വീതം കിട്ടും. ഇതുപോലെ ആയിരിക്കുമല്ലോ അടുത്ത തൊടുവരയും നിന്ന് നമ്മൾ ആരം വരച്ചാലും അവിടെ ഉണ്ടാകുന്ന കോണം എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഇവിടെയും 120 ഡിഗ്രി ആയിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ 120 ഡിഗ്രി ഇടവിട്ട് 3 റേഡിയസുകൾ വരച്ച് അവയ്ക്ക് തൊടുവരകൾ വരച്ചാൽ ഒരു സമഭുജ ത്രികോണം ആയിരിക്കും. Draw a circle radius 3 cm and draw a equilateral triangle. 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? സമഭുജ ത്രികോണത്തിൻ്റെ 3 കോണുകളും 60 ഡിഗ്രി വീതമാണ്. എഴുതി നോക്കാം. സമഭുജ ത്രികോണത്തിൻ്റെ 3 കോണുകളും എത്ര ഡിഗ്രി വീതമാണ്? 60 ഡിഗ്രി വീതമാണ്. അപ്പോൾ ഓരോ കോണും കേന്ദ്രമായി ഉണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും?
ഇത് എത്രയായിരിക്കും? 180 മൈനസ് 60 അല്ലേ? അതായത് ഓരോ കോണും 180 മൈനസ് 180 മൈനസ് 60 ഡിഗ്രി ആയിരിക്കും. 180 മൈനസ് 60 ഡിഗ്രി എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. അതായത് ഓരോ കോണും കേന്ദ്രമായി ഉണ്ടാക്കുന്ന കോൺ എത്രയാണ്? 120 ഡിഗ്രിയാണ്. അതായത് 120 ഡിഗ്രി ഇടവിട്ട് 3 റേഡിയസ് വരച്ച് അതിൽ കൂടി എന്ത് വരച്ചാൽ മതി? 3 തൊടുവരകൾ വരച്ചാൽ മതി. കിട്ടുന്ന എന്തായിരിക്കും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ഒരു സമഭുജ ത്രികോണമായിരിക്കും. നമുക്കിത് വരച്ച് നോക്കാം. 3 സെൻറ്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. അടുത്തതായി ചെയ്യേണ്ടത് ഇതിലോട്ടൊരു 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരയ്ക്കണം. ഒരു 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരച്ച് ചേർക്കുക. ഓരോ കേന്ദ്രകോണും 120 ഡിഗ്രി എടുക്കണം. നമുക്ക് ആദ്യം ഒരു 120 ഡിഗ്രി കേന്ദ്രകോണം എടുക്കാം. അതിന് പ്രൊട്രാക്ടർ എടുക്കുക. ഒരു 120 ഡിഗ്രി എടുക്കണം. 120 ഡിഗ്രി നോക്കിയാൽ 0, 1, 90, 120 ഇവിടെ വരും. ഈ പോയിൻ്റാണ് 120. ഒരു കോൺ വരയ്ക്കുക. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 120 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഓരോ കോണും വരയ്ക്കുന്ന സമയത്ത് തന്നെ എഴുതിയും പോവാം. ഇത് 120 ഡിഗ്രിയാണ്. ഇപ്പോൾ 2 റേഡിയസായി. ഇനി ഒരു റേഡിയസും കൂടെ വേണം. അതിനായി അടുത്ത രണ്ടാമത്തെ റേഡിയസിൽ വെച്ചുകൊണ്ട് വീണ്ടും ഒരു 120 ഡിഗ്രി എടുക്കുക. ഉണ്ടായിരിക്കുന്ന 2 കോണുകളും 120 ഡിഗ്രി വീതം ആയിരിക്കും. ഇത് 120 ഡിഗ്രി ആയിരിക്കും. ഇനി ചെയ്യേണ്ടത് ഈ റേഡിയസിൻ്റെ ഓരോ റേഡിയസിനും കൂടിയും എന്ത് വരയ്ക്കുക? ഓരോ ടാൻജൻറ്റ് വരയ്ക്കുക. വരച്ച് കിട്ടുന്ന ഷേപ്പ് എന്തായിരിക്കും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അതിനായിട്ട് ആദ്യത്തെ റേഡിയസ് എടുത്ത് 90 ഡിഗ്രി എടുത്ത് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ആദ്യത്തെ ടാൻജൻറ്റ് വരച്ചു. അതുപോലെ അടുത്ത റേഡിയസിൽ വെച്ചുകൊണ്ട് അടുത്ത പെർപെൻഡിക്കുലർ വരയ്ക്കണം. അടുത്തൊരു തൊടുവര വരയ്ക്കുക. കിട്ടുന്നൊരു സമഭുജ ത്രികോണമായതുകൊണ്ട് ഓരോ കോണും 60 ഡിഗ്രി വീതമായിരിക്കും. ഇങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കുക. പേജ് നമ്പർ 168 ആദ്യത്തെ കണക്കാണ് ചെയ്യുന്നത്. ആരം 2.5 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. വശങ്ങൾക്കെല്ലാം ഈ വൃത്തത്തെ തൊടുന്ന കോണുകൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ of radius 2.5 centimeters, a triangle of angles 40 degree, 60 degree, 80 degree with its sides touching the circle. ആദ്യം ഈ ത്രികോണത്തിലെ കോണുകൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ത്രികോണത്തിലെ കോണുകൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി. അപ്പോൾ ഈ ത്രികോണം കേന്ദ്രമായി ഉണ്ടാക്കുന്ന കോണുകൾ കണ്ടുപിടിക്കുക. 40 ഡിഗ്രി വരുന്ന ഭാഗത്തെ കേന്ദ്രകോൺ എത്രയായിരിക്കും? 180 മൈനസ് 40 ആയിരിക്കും. 180 മൈനസ് 40 ആയിരിക്കും അതിൻ്റെ കേന്ദ്രകോൺ വരിക. അത് എത്ര കിട്ടും? 140 ഡിഗ്രി കിട്ടും. 60 ഡിഗ്രി ആണെങ്കിലോ 180 മൈനസ് 60 അത് എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഇനി 80 ഡിഗ്രി വരുന്ന ഭാഗത്ത് എത്രയായിരിക്കും? 180 മൈനസ് 80 അതായത് 100 ഡിഗ്രി ആയിരിക്കും. കേന്ദ്രകോണുകൾ 140, 120, 180 അളവിൽ വരുന്ന കേന്ദ്രകോണുകൾ വരച്ച് ഇതേ കോണുകൾ ഇടവിട്ട് ആരങ്ങൾ വരച്ച് അവയ്ക്ക് എന്ത് വരച്ചാൽ മതി? തൊടുവരകൾ വരച്ചു കഴിഞ്ഞാൽ ഈ ചിത്രം കിട്ടും. നമുക്കിത് വരച്ച് നോക്കാം. ആദ്യം 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. ഒരു റേഡിയസ് വരച്ച് ചേർക്കുക. ഒരു റേഡിയസ് വരച്ച് ചേർത്തു. ഇനി ഇവിടെ ആദ്യത്തെ കോൺ 40 ആണ് പറയുന്നത്. അതിൻ്റെ കേന്ദ്രകോൺ കണ്ടുപിടിക്കണം.
180 നിന്ന് 40 കുറയ്ക്കും. എത്ര കിട്ടും? 140 ഡിഗ്രി എന്ന് കിട്ടും. 140 ഡിഗ്രി അടുത്തായി 140 ഡിഗ്രി എടുക്കുക. ഡിഗ്രി എടുക്കുക. ഡിഗ്രിയാണ്. രണ്ടാമത്തെ കോൺ പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പം അതിൻ്റെ കേന്ദ്രകോൺ എത്രയായിട്ട് മാറും? 180 മൈനസ് 60 അല്ലേ? എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. 120 ഡിഗ്രി എടുക്കുക. 120 അവിടെ വരും. ആയിരിക്കും. രണ്ടാമത്തെ കോൺ 120. മൂന്നാമത്തെ കോൺ അളന്ന് നോക്കേണ്ട കാര്യം വരത്തില്ല, 100 ഡിഗ്രി ആയിരിക്കും. ഇനി ഓരോ ആരത്തിൽ കൂടിയും ഓരോ തൊടുവരകൾ വരയ്ക്കുക. ഡിഗ്രി, ഒരു തൊടുവര വരയ്ക്കുക. അതുപോലെ മറ്റ് റേഡിയസിൽ കൂടിയും തൊടുവരകൾ വരയ്ക്കുക. ഈ രീതിയിൽ ഒരു ത്രികോണം വരയ്ക്കുക. രേഖപ്പെടുത്താം. 140 ആയതുകൊണ്ട് ഇവിടെ എത്ര വരും? 40 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഇവിടെ കേന്ദ്രകോൺ 120 ആയതുകൊണ്ട് ഇവിടത്തെ കോൺ എത്ര വരും? 60 ഡിഗ്രി വരും. ഇത് 80 ആയതുകൊണ്ട് ഇവിടത്തെ കോൺ എത്ര വരും? ഇത് 100 ആയതുകൊണ്ട് ഇവിടത്തെ കോൺ 80 ഡിഗ്രി വരും. ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്.